സർ, ഇപ്പോൾ ഇവിടെ ജോർജ് സാർ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു വലിയ സാമൂഹിക വിപത്ത് ഉണ്ടെങ്കിൽ അതിനെ ദൂരെ പറിച്ചു കളയാനുള്ള വലിയ നീക്കങ്ങൾ അതാണിപ്പോൾ പൊതുപരീക്ഷയിൽ പുതിയ ഭേദഗതി ബില്ലിലൂടെ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ NDAയുടെ പരാജയത്തിന് പിന്നിലെ സാങ്കേതികമായ വശങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു പരാജയപ്പെട്ട വശമുണ്ട്. അതുകൊണ്ട് ആ വശം മാറ്റി ഒരു പുതിയ പൊളിച്ചെഴുത്ത് അതിന് തന്നെയല്ലേ പുതിയ സമിതി അടക്കം രൂപീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ അതിലേക്ക് കടന്നിരിക്കുന്നത്. സാർ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് പുതിയൊരു നിയമം വരുന്നു എന്നുള്ളത് തീർത്തും സ്വാതന്ത്ര്യം തന്നെയാണ്. പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വിവാദങ്ങളും കൂടുതൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് കോച്ചിങ് കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. പക്ഷെ ആ കോച്ചിങ് കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഇപ്പോഴെവിടെയാ? അത് നടപ്പിലാക്കുന്നില്ല. നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 2024-25 സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. രാധാകൃഷ്ണൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. അത് നടപ്പിലാക്കുന്നുണ്ടോ? അതൊന്നും നടപ്പിലാക്കുന്നില്ല. പലപ്പോഴും ഈ കാര്യം നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കോച്ചിങ് കേന്ദ്രങ്ങളുടെ മത്സരമാണ്. ഈ മത്സരം കുറക്കാൻ സാധിച്ചാൽ മാത്രമേ ഇതിനെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റൂ. പലപ്പോഴും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ് നീറ്റ്. ഈ പ്രശ്നങ്ങൾ എല്ലാ വർഷവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2015-16 നീറ്റ് തുടങ്ങി 16 2 തവണ നീറ്റ് പരീക്ഷ നടത്തി. ഇത് ഓരോ തവണ നടത്തി കഴിയുമ്പോഴും പ്രശ്നങ്ങൾ വരുന്നു. പക്ഷെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, യാതൊരു നടപടിക്രമങ്ങളും പാലിക്കുന്നുമില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന നിയമ നടപടികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് കൂടുതൽ കർശനമായി വളരെ പേടിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടവരെ ഇത് സമീപിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നീറ്റ് പരീക്ഷ ഇനിയും പാളിച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കോച്ചിങ് കേന്ദ്രങ്ങൾക്കാണ് കൂടുതൽ ലാഭം കൊയ്യാൻ സാധിക്കുന്നത്. അതിനൊരിക്കലും വഴിവെച്ച് കൊടുക്കരുത്. എല്ലാ അർത്ഥത്തിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമമായി ഇത് മാറണം. ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വേണം പോകാൻ.